പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇതിൻ്റെ ഒരു ചിരപുരാതനത്വമുണ്ട്, അതേസമയം നിത്യ നൂതനത്വമുണ്ട്. ചിരപുരാതനം എന്ന് പറയണത് ഉടമ്പടി ബൈ പ്രിൻസിപ്പിൾ അത് ദൈവദത്തമായ കാലത്ത് എബ്രാഹത്തിൻ്റെ കാലം മുതൽ ഉടമ്പടി എന്നുള്ള കോൺസെപ്റ്റുള്ളതാണ്, വർക്കൗട്ട് ചെയ്യാനാണ്. ദൈവം എന്തെങ്കിലും ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രൂ ഉടമ്പടി ബേസിൽ ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങളുടെ വിഷയം കനക്കുമ്പോൾ, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഭാരം വെക്കുമ്പോൾ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി ജീവിതത്തിലേക്ക് വരിക. ഇത് മരിയൻ ഉടമ്പടിയാണ്, അതുകൊണ്ട് പോപ്പുലർ മരിയൻ ഉടമ്പടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ബിഷപ്പ് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു. നിങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്താണ്, ആക്ച്വലി വാട്ട് ഈസ് യുവർ മിഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളതിന് മറുപടി പറഞ്ഞത്, ഞങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് അമ്മയാണ്, എന്നുവെച്ചാൽ ഉടമ്പടി മാതാവാണ്, അവരാണ് ഉടമ്പടി മാതാവ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏതറ്റം വരെ സ്വന്തം മകൻ്റെ കൊലച്ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് പോലും ദൈവത്തിൻ്റെ വചനം പാലിച്ച ആളാണ് ഉടമ്പടി മാതാവെന്ന് പറയുന്നത്. അതാണ് ഞങ്ങളുടെ ഐക്യം എന്ന് പറയുന്നത്. അപ്പോൾ പിതാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പിതാവ് ചോദിച്ചു, വാട്ട് ഈസ് യുവർ മിഷൻ, നിങ്ങളുടെ മിഷൻ എന്താ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, അത് ഞങ്ങളെ കോൺസെക്രേഷൻ ഓഫ് ദോസ് ഹു ആർ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ്. അതായത് ഞങ്ങൾക്ക് കോൺസെക്രേഷൻ ലൈഫുണ്ട്, അച്ഛന്മാർക്ക് കോൺസെക്രേഷൻ്റെ ലൈഫാണ്, സിസ്റ്റേഴ്സിന് കോൺസെക്രേറ്റഡ് ലൈഫാണ്. ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വേരൂന്നി സാക്ഷ്യപ്പെട്ട് ജീവിച്ചുകൊള്ളാവുന്ന ഓൾ ക്രൈസ്റ്റ് ഹോണറിങ് പേഴ്സൺസ് ആണ്, നോട്ട് കാത്തലിക്സ്, നോട്ട് ഓൺലി കാത്തലിക്സ്. കാത്തലിക്സ് മാത്രമല്ല, നോൺ കാത്തലിക്സ് മാത്രമല്ല, ഹോൾ ക്രൈസ്റ്റ് ഹോണർ, ക്രൈസ്റ്റിനെ രക്ഷകനായിട്ട് മനസ്സിൽ ഹോണർ ചെയ്യുന്ന എല്ലാവരെയും കോൺസെക്രേറ്റ് ചെയ്യുക. അവർക്കൊരു കോൺസെക്രേറ്റ് ലൈഫ്, അവർക്ക് വിശുദ്ധ ജീവിതം, ഐക്യ ജീവിതം, സാക്ഷ്യ ജീവിതം പ്രദാനം ചെയ്യുകയാണ് ഞങ്ങളുടെ മിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അങ്ങനെ കേരള സഭയിൽ, ലോകസഭയിൽ അങ്ങനെ ഒരു മിഷൻ ഇല്ല. ശരിക്കും പ്രീച്ചിങ്ങൊക്കെ ഉണ്ട്, ഇവാഞ്ചലൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അതായത് ക്രൈസ്റ്റ് ഹോണറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺസിനെ എങ്ങനെയാണ് കോൺസെക്രേറ്റ് ചെയ്യുക, വചനാധിഷ്ഠിതമായി കോൺസെക്രേറ്റ് ചെയ്തിട്ട് അവരെ വചനത്തിൻ്റെ വിത്തിൻ നോ ടൈം അവരെ സാക്ഷികളാക്കി മാറ്റുന്ന ഭയങ്കരമായ ഒരു സംഭവമാണ് ഉടമ്പടി നടക്കുന്നത്. അപ്പം അത് നമ്മൾ അനുഭവങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കിയതാണ്. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് മനുഷ്യൻ കോൺസെക്രേറ്റ് ചെയ്യണത്? കോൺസെക്രേറ്റ് വെച്ച് കഴിഞ്ഞാൽ അവൻ വിശുദ്ധീകരിക്കുകയും ചെയ്യും, ശക്തീകരിക്കുകയും ചെയ്യും. ഒരേ സമയം തന്നെ മനുഷ്യൻ വിശുദ്ധീകരിക്കുമ്പോഴും ശക്തീകരിക്കുമ്പോഴും അവൻ എന്തായിട്ട് മാറും? അവന് ഒരു മനുഷ്യൻ ഉടമ്പടിയിലൂടെ എന്താ സംഭവിക്കണത്? വിശുദ്ധീകരിക്കുകയും ചെയ്യും, അപ്പം ശക്തീകരിക്കുകയും ചെയ്യാം. അപ്പം ശക്തീകരിക്കാൻ നമുക്ക് എന്ത് പറ്റും? അധികാരവും ബലവും ഉണ്ടാകും. അധികാരവും ബലവും ബൈബിളിൽ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു സംഭവമാണ് അധികാരവും ബലവും. സത്താനെപ്പോലും അവൻ ശാസിച്ച് മാറ്റുമ്പോൾ ജനങ്ങളുടെ കമൻ്റ് അതാണ്. ലുക്കാൻ്റെ സുവിശേഷം 4:36 എടുത്ത്, എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അധികാരത്തോടും ശക്തിയോടും കൂടി കൽപ്പിക്കുകയും, അപ്പം വചനങ്ങൾക്കെല്ലാം അധികാരവും ശക്തിയും ലഭിക്കും. ഇത് ഒരു ഫ്രഷ് ഹാൻഡ്സിനെ പോലും പെട്ടെന്ന് അധികാരിയാക്കി മാറ്റും. ആത്മീയ അധികാരം ഉണ്ടാകും.
ഒരു പുതിയ, ഇപ്പം നിങ്ങളൊരു ഉടമ്പടി എടുത്തിട്ട് 3 മാസമേ ആയുള്ളൂ. പക്ഷേ നിങ്ങൾ ഉടമ്പടിയോട് വിശ്വസ്തരാണെങ്കിൽ ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, അവിശ്വസ്തത കാണിച്ചാൽ ചിതറിപ്പോകും. നമ്മൾ ഉടമ്പടിയുടെ പ്രശ്നം അതാണ്. ചേർന്ന് നിൽക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമെന്ന്. ബൈബിളിൽ 2 ഇടയ്ക്ക് ലൂപ്പ് ഹോളില്ല. ഒന്നെങ്കിൽ ചിതറക്കപ്പെട്ടിട്ട് നിൽക്കാം, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കാം. 2 ഉള്ളൂ. ഇപ്പം ചേർന്ന് നിൽക്കുന്നത് വിശ്വസ്തതയും, ചിതറിക്കപ്പെടുന്നത് ഇപ്പോൾ നെഹേമിയ എന്തുകൊണ്ടാണ് അവിടെ ചിതറിപ്പോയെന്ന് പറയുന്നുണ്ട്. നെഹ്യം 1:8 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. നെഹെമ്യ 1:8 അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക. അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും. പ്രശ്നം അതാണ്. ചേർന്ന് നമുക്ക് 2 ദൈവവുമായിട്ടുള്ള ഇടപാടിൽ 2 സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ ചേർന്ന് നിൽക്കാം, അല്ലെങ്കിൽ ചിതറിക്കപ്പെടാം. സ്പിരിച്വൽ എംപവറിങ്ങിന് എപ്പോഴും വരണത് ഈ കവനൻ്റൽ ബേസ്ഡുള്ള എംപവറിങ് ആണ് താത്വികമായിട്ട് ഷാർപ്പായിരിക്കണത്. നമ്മളിങ്ങനെ അംബിഗസായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അത് കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തിട്ടമനുസരിച്ച് ലക്ക് അനുസരിച്ച് പോണതല്ലേ. അങ്ങനെയല്ല. ഇത് ഇവിടെ കവനൻ്റെ ഷാർപ്പ് ഷൂട്ടറാണ്. 2+2 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും 3.99 ഒന്നുമല്ല, അത് 4 അത് തന്നെയായിരിക്കും. കവനൻ്റെ ഫോർമുലയുടെ ഒരു പ്രത്യേക കൃത്യത അതാണ്. അപ്പം നമ്മൾ കവനിൽ എന്താ ചെയ്യണത്, എങ്ങനെ ചേർന്ന് നിൽക്കാൻ പറ്റും. ഇപ്പം ഇന്നലെ മെർലിൻ ജോയി എന്നും പറഞ്ഞൊരു മോള്, ഈ ഉടമ്പടി യുവതയുടെ ആഘോഷമാണ്. ശരിക്കും യുവതയുടെ ആത്മീയ ആഘോഷം. അത് കൃപാസനത്തിൽ വന്ന് കാണേണ്ട കാഴ്ചയാണ്. എല്ലാവരും തന്നെ 10 പേര് സാക്ഷ്യം പറഞ്ഞാൽ 6 പേരും ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കും. അവർ ദൈവത്തെ മനസ്സിലാക്കുന്ന രീതികൾ കണ്ട ഞെട്ടിപ്പോവും. 60 വർഷം ക്രിസ്ത്യാനിറ്റി ജീവിച്ചിട്ട് കിട്ടാത്ത ഉൾക്കാഴ്ചയാണ് 20 വയസ്സുകാർ പറയണത് ഉടമ്പടിയിലൂടെ. ഇന്നലെ ശ്രീജ ജോയ്, മെർലിൻ ജോയ് എന്ന് പറയുന്ന MSc കാര്യത്തിൽ പറഞ്ഞിരിക്കണത്, അതായത് എന്തിനാണ് എന്നോട് ഉടമ്പടി എടുക്കുകയെന്ന് നിങ്ങളോട് ചോദിച്ചാൽ, അതാണ് ആൾക്കാരുടെ ഒരു ടീച്ചിങ് ഉണ്ടായത്. ഇപ്പോൾ മെർലിൻ ജോയ് പറയണത്, എന്തിനാണ് ഞാൻ ഉടമ്പടി എടുക്കണതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും തളരുമ്പോൾ ചേർന്ന് നിൽക്കാനാണെന്ന്. അയ്യോ, എന്നാ ഒരു വർത്തമാനാണ്.